ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് നമ്മുടെ ചാനലിൽ ക്രെറ്റ എസ് ഓപ്ഷണലിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വന്നൊരു കമന്റ് ആയിരുന്നു എസ് ഓപ്ഷണൽ വാസസ് EXI ഓപ്ഷണലിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാനായിട്ട്. ഈ രണ്ട് വാഹനങ്ങളുടെയും പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് ഏകദേശം 1,80,000 തൊട്ട് 2,80,000 രൂപ വരെയാണ്. അപ്പോൾ ക്രെറ്റയിൽ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് പറയുന്നത് നമ്മളുടെ എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. EX ഓപ്ഷണൽ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ്. കാരണം EX ഓപ്ഷനിലും എസ് ഓപ്ഷനിലും ഇപ്പോൾ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് വേരിയന്റുകളിൽ ഏത് വേരിയന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത്, എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള രണ്ട് വേരിയന്റുകളാണ് എസ് ഓപ്ഷണൽ വേരിയന്റും EX ഓപ്ഷണൽ വേരിയന്റും. ഈ രണ്ട് വേരിയന്റുകളിലും നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. ക്രെറ്റയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള പനോറമിക് സൺറൂഫ് ഒക്കെ നമുക്ക് ഈ രണ്ട് വേരിയന്റുകളും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു പുതിയ വേരിയന്റ് ആണ് EX ഓപ്ഷണൽ വേരിയന്റ്. ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ് EX ഓപ്ഷനിനേക്കാളും വാല്യൂ ഫോർ മണി എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ് എന്ന്. എന്താണെങ്കിലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് വേരിയന്റ് ആയ EX ഓപ്ഷനിലും ഒരു തേർഡ് വേരിയന്റ് ആയിട്ട് പറയാവുന്ന എസ് ഓപ്ഷണൽ വേരിയന്റിലും നമുക്ക് ഈ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഒരു വാഹനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ES ഓപ്ഷണൽ വേരിയന്റ് ആണ്. കാരണം ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെറ്റയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കണക്റ്റഡ് DRL സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് വേരിയന്റ് തൊട്ടാണ്. അപ്പോൾ ES ഓപ്ഷണൽ വേരിയന്റിലും അത് അവൈലബിൾ ആണ്. നമുക്കത് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിലൂടെ DR ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതും LED ആയിട്ടാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റുകൾ 4 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ്. ഫോഗ്ലൈറ്റ് ഒന്നും ക്രെറ്റയ്ക്ക് വരുന്നില്ല. ഫ്രണ്ടിൽ ആ സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് കൊടുത്തിരിക്കും. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ നമുക്കൊരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ്. നമ്മൾ EX വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DRL എന്ന് പറയാൻ പറ്റുന്ന പൊസിഷനിങ് ലൈറ്റ് എന്നാണ് ഹ്യുണ്ടായി വിളിക്കുന്നത്. ആ ഒരു ലൈറ്റാണ് വരുന്നത്. ഫ്രണ്ടിൽ DRLന്റെ സ്ഥാനത്ത് നമുക്കൊരു സ്മോക്ഡ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സ്മോക്ഡ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴത്തെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ല് കാര്യങ്ങൾ വരുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഹാലജൻ ആണ്. അത് ലോ ബീമായിട്ടും താഴെ ഹൈ ബീമായിട്ടും നോർമൽ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിലെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ് സിമിലർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 195 mm ആണ് ക്രെറ്റയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതിനിപ്പോൾ ഒരു പ്രീമിയം വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക നമ്മളുടെ എസ് ഓപ്ഷണൽ വേരിയന്റ് തന്നെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് നമ്മുടെ എസ് ഓപ്ഷണൽ വേരിയന്റിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. 17 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 215/60 R17 ടയർ സൈസ് വരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ്. ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഹ്യുണ്ടായുടെ ഒരു ലോഗോ. EX ഓപ്ഷണൽ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 205/65 R16 ടയർ സൈസ്. വീൽ അലോയ്സ് ഒന്നും വരുന്നില്ല. അലോയ്സിന്റെ ലുക്കൊക്കെ ഉള്ള ഒരു വീൽ ക്യാപ്പ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫെൻഡേഴ്സിലാണ് EX ഓപ്ഷണൽ വേരിയന്റ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ മിറേഴ്സ് ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട്. പ്ലെയിൻ മിറേഴ്സ് ആണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിൽ കാണാം. നമ്മുടെ എസ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് ടോപ്പിൽ റൂഫ് റെയിൽസ് വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് കാണാം. ബാക്കിൽ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. നമ്മളുടെ EX ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആന്റിന കാണാം. വേറെ എടുത്തു പറയത്തക്ക ഡിഫറൻസ് ഒന്നും വശങ്ങളിൽ വരുന്നില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഒരു പ്രീമിയം വാഹനമായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്യുക നമ്മളുടെ ക്രെറ്റയുടെ എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. കാരണം അതിനകത്ത് വൈപ്പർ പോലെയുള്ള ഫീച്ചർ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് രണ്ട് വാഹനത്തിലും കാണാവുന്നതാണ്. അഡീഷണലി ഡിഫറൻസ് വരുന്നതിനകത്ത് ബാക്കിൽ വൈപ്പർ വരുന്നു, ഡീഫോഗർ വരുന്നു എന്നുള്ളതാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളെല്ലാം രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് പിന്നെ അഡീഷണലി വരുന്നത് റിവേഴ്സ് ക്യാമറ അഡീഷണലി ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിലെ സ്ട്രിപ്പ് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ 4 പാർക്കിംഗ് സെൻസേഴ്സ് രണ്ട് വാഹനത്തിലും കാണാവുന്നതാണ്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. 60/40 സ്പ്ലിറ്റ് സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബൂട്ട് ലൈറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു ബേസ് വേരിയന്റിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി നമുക്ക് എസ് ഓപ്ഷണൽ വേരിയന്റിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കാണാം. റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു.
പിന്നെ നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങൾ ഇതിനകത്തും കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. സ്പെയർ വീല് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള ബേസ് വേരിയന്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് EX ഓപ്ഷണൽ വേരിയന്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോടുകൂടെ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് 2 കീ കൊടുത്തിരിക്കുന്നു. ഇന്റീരിയർ എല്ലാം ഒരു ഡ്യുവൽ ടോൺ സിംഗിൾ ടോൺ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാനായിട്ട് പറ്റും. നമുക്ക് ഫോട്ടോ പവർ വിൻഡോന്റെ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് റെഡ് പെഡൽ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ്, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തി. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് EX ഓപ്ഷണൽ വേരിയന്റ് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. താഴെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ്. 4 സ്പീക്കറും മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് സെൻട്രൽ കൺസോളിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഒരു ഗിയർ ലിവർ കാണാം. ഇവിടെ നമുക്കൊരു Type-C ചാർജിംഗ് പോർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ്, സ്പ്രിംഗ് ഡാട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് പിന്നെ ഒരു സൺറൂഫ് കാണാം. ഒരു സിംഗിൾ പനോറമിക് സൺറൂഫ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ടോപ്പ് എൻഡിൽ വരുന്ന അതേ സൺറൂഫ് കാര്യങ്ങൾ തന്നെ ഈ വേരിയന്റിലും ഹ്യൂണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു വേരിയന്റിൽ ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷണൽ വേരിയന്റ് ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്തു. ഓപ്ഷണൽ വേരിയന്റിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലെ കളർ ടോൺ കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെയാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന്റെ കീ വരുന്നത് ഈ ഒരു കീ ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനോട് കൂടിയ കീ കൊടുത്തിരിക്കുന്നു. കീലെസ് എൻട്രി ഉള്ള ഫീച്ചർ ഇതിനകത്ത് അഡീഷണലി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സും ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്യൂട്ടർ വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്. EX ഓപ്ഷൻ വരുന്നുണ്ട്, ട്യൂട്ടേഴ്സ് വരുന്നില്ല. പിന്നെ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണ്, എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. EX ഓപ്ഷണൽ വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ മച്ച് പ്രീമിയം ഇന്റീരിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയാണ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പറും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചറും ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കിൽ ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ, സ്പീഡോമീറ്റർ എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. സെൻട്രലിലേക്ക് വരുമ്പോൾ നമുക്ക് EX ഓപ്ഷനിൽ കണ്ട സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയും കൂടിയും വരുന്നുണ്ട്. അതായത് നമ്മളുടെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് സെൻറ്ററിൽ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അത് ഡ്യുവൽ സോൺ AC ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവർ സൈഡിൽ 21.5ഉം കോ ഡ്രൈവർ സൈഡിൽ 20.5 ആണ് ക്ലൈമറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിലേക്ക് AC കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ നമുക്ക്
ടൈപ്പ് സി ചാർജിങ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജർ ഒന്നും വരുന്നില്ല. ആ ഒരു സെൻറ്റർ കൺസോളിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ ലിവറിൻ്റെ ടോപ്പിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. നമുക്ക് സെൻറ്റർ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്ററിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs തന്നെയാണ്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ആ ഒരു പനോറമിക് സൺറൂഫ് നിങ്ങൾക്ക് ഈ വേരിയൻറ്റിലും കാണാവുന്നതാണ്. ഇപ്പോൾ EX ഓപ്ഷനിൽ വന്ന സെയിം പനോറമിക് സൺറൂഫ് തന്നെയാണ് ഈ വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂൾഡ് ഫീച്ചറോടുകൂടിയ ഗ്ലോ ബോക്സാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ EX ഓപ്ഷണൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ നമുക്ക് തരുന്നത് നമ്മളുടെ ES ഓപ്ഷണൽ വേരിയൻ്റാണ്. നമ്മളിപ്പോൾ 1,80,000 രൂപയുടെ തന്നെ അഡീഷണലി പേ ചെയ്യുന്നത്. അതിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെങ്കിലും ഈ വേരിയൻറ്റിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. നമുക്ക് സൺ ബ്ലൈൻഡ്സ് എസ് ഓപ്ഷണൽ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. നമുക്ക് സ്പീക്കർ ഗില്ല് കാണാം. ബാക്കിലേക്ക് 2 AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാണാം. നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഒരു 2 പൊസിഷനിൽ നമുക്ക് സീറ്റുകൾ റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ തന്നെ വരുന്നുണ്ട്. 3-point സീറ്റ് ബെൽറ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് EX ഓപ്ഷണലിൻ്റെ ബാക്ക് സീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സിൽ വലിയ ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. സൺ ബ്ലൈൻഡ്സ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. നമ്മൾ അഡീഷണലി ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ബാക്കിലേക്ക് 2 AC വെൻസ് ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്, 3-point സീറ്റ് ബെൽറ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ സീറ്റ് നമുക്ക് 2 പൊസിഷനിൽ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ ഒരു കംഫർട്ട് നോക്കുകയാണെങ്കിൽ ആകെ വരുന്ന ഒരു ഡിഫറൻസ് നമുക്ക് ഈ സൺബ്ലൈൻസിൻ്റെ മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ടാണ് 2 വേരിയൻറ്റുകളിലും വരുന്നത്. ക്രെറ്റയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മിഡിൽ വേരിയൻറ്റിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മളുടെ ക്രെറ്റയിൽ വരുന്നുണ്ട്. ഈ 2 വേരിയൻറ്റുകളിലും എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. അതായത് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സ്. ഡീസലിലേക്ക് വന്നാൽ 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ വിത്ത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവൽ. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും 2 വാഹനങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ ക്രെറ്റ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡീസലേ എടുക്കാമുള്ളൂ. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുള്ളും ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. പെട്രോൾ കുഴപ്പമില്ല, മൈലേജ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെന്നുള്ളൂ. റിയൽ ലൈഫിലൊരു 12-നും 13-നും ഇടയ്ക്കൊക്കെ പെട്രോൾ എഞ്ചിൻ മൈലേജ് തരുമ്പോൾ ഡീസൽ നിങ്ങൾക്കൊരു 15-നും 17-നും ഇടയ്ക്കൊക്കെ മൈലേജ് തരും. അല്ലെങ്കിൽ 18 വരെയൊക്കെ മൈലേജ് ലഭിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഡീസൽ ഓടിക്കുകയാണെങ്കിൽ 20 വരെ മൈലേജ് കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രൈസിലാണ് അടുത്തൊരു ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ 2 വാഹനങ്ങളുടെയും പ്രൈസ് കമ്പാരിസൺ ചെയ്യാൻ ഏകദേശം 1,80,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ ഡിഫറൻസാണ് വരുന്നത്. ഇപ്പോൾ EX ഓപ്ഷണലിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ 15,54,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. S ഓപ്ഷനിലേക്ക് വരുമ്പോൾ 17,31,000 രൂപ. പെട്രോൾ ഓട്ടോമാറ്റിക് IVT ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിൽ EX ഓപ്ഷണലിന് 17,70,000 രൂപ. S ഓപ്ഷണൽ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 19,40,000 രൂപ. 1,80,000 രൂപയുടെ ഡിഫറൻസ്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ വേരിയൻറ്റിന് 17,43,000 രൂപയാണ് EX ഓപ്ഷനിൽ. S ഓപ്ഷനിലേക്ക് വരുമ്പോൾ 19,51,000 രൂപ. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ EX ഓപ്ഷണൽ ടോപ്പ് എൻഡ് മീൻസ് EX ഓപ്ഷനിൽ കിട്ടുന്ന ടോപ്പ് എൻഡ് അതായത് ഡീസൽ ഓട്ടോമാറ്റിക്കിന് 19,41,000 രൂപയും S ഓപ്ഷനിലേക്ക് വരുമ്പോൾ 21,31,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഏകദേശം 1,90,000 രൂപയുടെ ഡിഫറൻസ്. ഈ 1,90,000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% yes. അതാണ് അതിൻ്റെ ഉത്തരം. കാരണം ഇപ്പോൾ എക്സ്റ്റീരിയർ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, DRL വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ആ ഡയമണ്ട് കട്ട് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ള അലോയ് വീൽസ്, റൂഫ് റെയിൽസ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നമ്മളുടെ
ബാക്ക് വൈപ്പർ, ഡിഫോഗർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ചധികം ചേഞ്ചസ് ആണ്. നമുക്ക് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ചേഞ്ചസ് ആണ് ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൽ AC കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു എസ് ഓപ്ഷണൽ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഈ എസ് ഓപ്ഷണലിൻ്റെ ടോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം ഫാൻസി ഫീച്ചേഴ്സ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ എസ് ഓപ്ഷണൽ വേരിയൻറ്റിൽ തന്നെ ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100% വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ശരിക്കും എസ് ഓപ്ഷണൽ വേരിയൻറ്റ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. അതല്ല, നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഇല്ല, ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലാത്തൊരു വാഹനം മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ് ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യൂണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ പോപ്പുലർ ഹ്യൂണ്ടായുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.